ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി മട്ടന്നൂരിൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭായാത്ര സംഘടിപ്പിച്ചു. 3 ഇടങ്ങളിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്രകൾ വായാന്തോട് സംഗമിച്ച ശേഷമാണ് മഹാശോഭയാത്രയായി മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചത്. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായാണ് ഈ വർഷം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശോഭായാത്രയ്ക്ക് തുടക്കമായത്. ശ്രീശങ്കര വിദ്യാപീഠം പരിസരത്ത് നടന്ന പരിപാടിയിൽ ഡോക്ടർ കൂമുള്ളി ശിവരാമൻ പതാക കൈമാറി. പി ദാമോദരൻ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി. അതിഥി ഗോകുല പ്രാർത്ഥന ചൊല്ലി. വാർഡ് കൗൺസിലർ എ മധുസൂദനൻ, VM കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീശങ്കര വിദ്യാപീഠം, കൊതേരി, കല്ലേരിക്കര എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച ചെറു ശോഭായാത്രകൾ വായാന്തോട് സംഗമിച്ചു. തുടർന്ന് വായാന്തോട് നിന്നും മഹാശോഭായാത്രയായി മട്ടന്നൂർ നഗരം ചുറ്റി മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു. തിരുനാമങ്ങൾ പാടും കോകിലമകേണം, നന്ദനവാടിയിൽ എന്നും പാറിപ്പറക്കേണം. നന്ദകുമാരന്റെ ശ്രീപദരേണുവണിയേണം, വൃന്ദാവനി കൈയിലെ പുൽക്കൊടിയാകേണം. നിൻ തിരുനാമങ്ങൾ പാടും കോകിലമകേണം, നന്ദനവാടിയിൽ എന്നും പാറിപ്പറക്കേണം. നന്ദകുമാരന്റെ ശ്രീപദരേണുവണിയേണം, വൃന്ദാവനി കൈയിലെ പുൽക്കൊടിയാകേണം. ശ്രീ ഗുരുവായൂർ കണ്ണ മഴമുകിൽ വർണ്ണ, ശ്രീനായക രാഗ ഹൃദയ ഗായക. കൃഷ്ണവേഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ഉറിയടി, ഗോപികാനൃത്തം, വാദ്യമേളം, ഭജന തുടങ്ങിയവ ശോഭായാത്രയ്ക്ക് മിഴിവേകി.
ശോഭായാത്ര കാണുവാൻ നിരവധി പേരാണ് മട്ടന്നൂരിൽ തടിച്ചുകൂടിയത്. ബാലഗോകുലം മട്ടന്നൂർ താലൂക്ക് ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ബാലദിനത്തോടനുബന്ധിച്ച് 5 കേന്ദ്രങ്ങളിൽ മഹാശോഭായാത്രയും 19 കേന്ദ്രങ്ങളിൽ ശോഭായാത്രകളുമാണ് സംഘടിപ്പിച്ചത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.